ഹലോ നമസ്കാരം, വെൽക്കം ടു വെന്യൻ വ്ളോഗ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല വിജയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പം നമുക്ക് സൈഡ് ട്രെക്കിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. ഒന്ന് ഹോള് കണ്ടിട്ട് വരാം. ശരിക്കും എന്നോടൊരു ക്ലയൻറ്റ് തമാശയ്ക്ക് പറഞ്ഞു, ചേട്ടാ ബ്രൈഡ് എൻട്രിക്ക് ഹെലികോപ്റ്റർ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തമാശയ്ക്ക് എന്നെ നാക്കാൻ ചോദിച്ചാണെന്നുണ്ടെങ്കിലും ഹെലികോപ്റ്റർ വരാൻ പറ്റും. ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലം കൂടെ നമുക്ക് വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 2 ഹെലിപ്പാഡുള്ള പത്തനംതിട്ടയുള്ള ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററാണ് നമ്മുടെ വിജയ എന്ന് പറയുന്നത്. അപ്പോൾ ഹെലിപ്പാഡ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഹോളൊന്ന് കണ്ടിട്ട് വരാം. വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓഫീസ് റൂം, മെയിൻ്റെനൻസ് റൂംസും ഒക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ലെഫ്റ്റിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ഒരു മിനി ഹാള് വരുന്നത്. മിനി ഹാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 2 ഹാളാണ് ഇവിടെ കാണുന്നത്. നിള പമ്പ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു 2 ഹാളാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം ഹാളൊന്ന് കണ്ടിട്ട് വരാം. ശരിക്കും ഈ ഹാളിൽ നിളയും പമ്പയും കൂടെ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഹാളായിട്ടെടുക്കാം. അത്യാവശ്യം ഒരു റിസപ്ഷൻസൊക്കെ സിമ്പിളായിട്ട് നടക്കും. അറൗണ്ട് ഒരു 130 അടി നീളവും ഒരു 70 അടി വീതി ഇവിടെ ഉണ്ട്. പിന്നെ ഇടയ്ക്കൊരു 3-4 പില്ലേഴ്സ് ഉണ്ട്. അത് ഡെക്കറേറ്റേഴ്സിൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് അതിനെ മാസ്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഹാളിൽ തന്നെയാണ് മുകളിലൊരു വെഡ്ഡിങ് നടക്കുമ്പോൾ സദ്യയും നടക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം സദ്യക്കാണെന്നുണ്ടെങ്കിലും ഒരു 500 മുതൽ 600 വരെ ആൾക്കാരെ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഇരുത്താനുള്ള ഒരു സ്ഥലം നമുക്കിവിടെ ഉണ്ട്. ഈ ഹാളിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇറങ്ങുമ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ ഗസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂം ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഒരു 6 സ്യൂട്ട് റൂംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ 6 സ്യൂട്ട് റൂംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റൂംസാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ നല്ലൊരു ഹോട്ടൽ റൂം പോലെ തന്നെ വൃത്തി കാര്യങ്ങളുള്ള ഒരു നല്ല റൂമാണ് ഇവിടെ ഉള്ളത്. ഇനി ബാക്കി നമുക്ക് ലിഫ്റ്റ് കയറി മുകളിൽ ചെന്നിട്ട് മുകളിൽ നമ്മുടെ മെയിൻ ഹോള് കാണാം. ശരിക്കും ഞാൻ മെയിൻ ഹോള് കാണാൻ വേണ്ടി ഇവിടെ എത്തിയത് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, പക്ഷേ നമുക്കൊരു ക്ലയൻറ്റിന് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ. ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് ആ ഒരു മെയിൻ ഹാളിൻ്റെ ലോബിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ ഒരു ലോബിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോബിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ലോബിയാണ്. ഇതിൻ്റെ എൻട്രൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലാണ്. ഗ്ലാസ് ഡോറിന് വിളിച്ചത് കഴിഞ്ഞാൽ എൻട്രൻസ് ആണ്. ഞാൻ അതും കൂടെ കാണിച്ചിട്ട് വരാം. നമുക്ക് വെളിയിലോട്ട് പോകുമ്പം ഇവിടെയാണ് നമ്മളുടെ എൻട്രൻസ് കൂടുതലും പ്ലേസ് ചെയ്യുക. നമ്മൾ മുമ്പേ ആ റാമ്പ് കയറി നമ്മളിതിൻ്റെ ബാക്കിൽ കൂടെയാണ് താഴത്തെ ഹോളിലോട്ട് പോകുന്നത്. ഈ റാമ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഇതുവഴി വണ്ടി ഇറങ്ങി പോകാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ എൻട്രൻസ് വെക്കുന്നത്. അറൗണ്ട് 16 അടി നീളോളം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു എൻട്രൻസ് കാര്യങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ മേലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പാസേജ് ഏരിയ പോലെയുണ്ട്. ഇത് ഇവൻ ഡെക്കറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇവൻ കമ്പനീസിൻ്റെ ഒരു ഐഡിയ പോലെ ഇവിടെ ഇട്ടാണ് അല്ലെങ്കിൽ ഹാങ്ങിങ്സ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മെയിൻ ലോബി. ഈ ലോബിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഡോറിൻ്റെ ലെഫ്റ്റ് പെരിയാർ എന്നാണ് ഈ ഹാളിൻ്റെ പേര്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡെക്കറേഷൻസോ അല്ലെങ്കിൽ നെയിം ബോർഡ്സോ വെൽക്കം ബോർഡ്സോ അല്ലെന്നുണ്ടെങ്കിൽ ലോഗോസോ ഫോട്ടോ ബൂത്തുകളോ അല്ലെങ്കിൽ ഗണപതി ഡെക്കോസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെയാണ് കൂടുതലും ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാറുള്ളത്. അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ബാക്ക് സൈഡിൽ ശരിക്കും അവിടെ ഒരു ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള സീറ്റ്സാണ് കിടക്കുന്നത്. അറൗണ്ട് ഒരു 500 സീറ്റോളം അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും നല്ലൊരു സ്ഥലമുണ്ട്. സ്റ്റേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും വലിയൊരു സ്റ്റേജാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡെക്കോർ ചെയ്യാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. അപ്പോൾ സ്റ്റേജിൻ്റെ ഒരു സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജിൻ്റെ എൻഡ് ടു എൻഡ് നമുക്കൊരു 56 ഫീറ്റ് ഉണ്ട്. അതുപോലെ വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 23 ഫീറ്റും ഹൈറ്റ് അറൗണ്ട് ഒരു 19 ഫീറ്റുമാണ് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. ബിൽഡിങ്ങിന് എൻഡ് ടു എൻഡ് 76 അടിയോളം നീളമുണ്ട് കേട്ടോ. ഹൈ 4 ഫീറ്റ്. നമുക്ക് 2 സൈഡിൽ LED ബോളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇതിനകത്തായാലും സ്റ്റെപ്പ് ഒരു സൈഡിൽ കൂടെ കയറി മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു സ്ഥലം വരുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ ഈ കട്ടിങ് മുതൽ ബാക്ക് വരെ നമുക്കൊരു 16.5 അടിയുള്ളത്. ഇതിൻ്റെ മുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡ്രസ് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിലോ കിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെയുള്ള സ്ഥലമുണ്ട്. പിന്നെ ടോപ്പ് ഓൾറെഡി ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാസ്കിങ് വല്ലതും കൊടുക്കണമെന്നുണ്ട് 3 സൈഡ് മാത്രമേ നമുക്ക് ബ്ലാക്ക് മാസ്കിങ് കൊടുത്താൽ മതി. അതുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് ശരിക്കും ഗ്രീൻ റൂംസ് പോകുന്നത്, ലെഫ്റ്റും റൈറ്റുമായിട്ട്. ഗ്രീൻ റൂമും അത്യാവശ്യം നല്ല റൂം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം
മേക്കപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെയുള്ള നല്ലൊരു സ്പേസ് അവിടെ ഉണ്ട്. അതിനുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഗ്രീൻ റൂമിൻ്റെ ബാക്കിൽ കൂടെയാണ് ഇപ്പോൾ ബ്രൈഡ് എൻട്രി ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ റൂമിൽ ആദ്യം ബ്രൈഡ് വന്നു കഴിഞ്ഞാൽ ഈ വഴി കൂടെ ആയിരിക്കും ബ്രൈഡ് പോയി എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കിൽ കൂടെ പോയി സൈഡിൽ കൂടെ ഇറങ്ങി നമ്മുടെ ഈ എൻട്രൻസിൻ്റെ ഗണപതി അല്ലെങ്കിൽ ഈ പറയുന്ന ലോബികളിൽ കൂടെ നമ്മൾ നടന്ന് ഏറ്റവും ബാക്കിലത്തെ ഡോറിൽ കൂടെ ആയിരിക്കും യൂഷ്വലി നമ്മളിവിടെ ഒരു ബ്രൈഡ് അല്ലെങ്കിൽ കപ്പിൾ എൻട്രി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ചില ഹോളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെളിയിൽ കൂടെ ഡോറില്ലാതെ പലയിടത്തും അങ്ങനെ പറ്റിയിട്ടുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ ഈ ബ്രൈഡിന് ഭയങ്കര കംഫർട്ടബിളായിട്ട് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ബാക്കിൽ കൂടെ തന്നെ നമുക്ക് വന്ന് ബാക്കിലത്തെ ഡോർ വഴി അകത്ത് കയറി പോകാനുള്ള സ്ഥലമുണ്ട്. ഇനി ഈ ഹാളിൻ്റെ ബാക്കിലാണ് നമ്മുടെ കബനി എന്ന് പറയുന്ന ഒരു മിനി ഹാൾ വരുന്നത്. അപ്പോൾ കബനി ഹാൾ വരുമ്പോഴത്തേക്ക് ഇതുവഴി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് കബനി ഹാൾ വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പോകും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 100 പേർക്ക് 150 പേരുടെ ഫംഗ്ഷൻ അടിപൊളിയായിട്ട് നടത്താം. ചെറിയ ബർത്ത്ഡേസോ ഗെറ്റ് ടുഗദേഴ്സോ ഫാമിലി ഗെറ്റ് ടുഗദർ അതൊക്കെ നടത്താനുള്ള സ്ഥലം നമുക്കുണ്ട്. വല്ല കോർപ്പറേറ്റ് മീറ്റിംഗ്സോ. ഇതിൻ്റെ സ്റ്റേജ് സൈസ് വരുന്നത് 50x40 ആണ്. ഇതിൻ്റെ സ്റ്റേജ് അല്ല, ഇതിൻ്റെ ഒരു ഹാൾ സൈസ് വരുന്നത്. ചെയർസ് എല്ലാം ശരിക്കും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്കറ്റ് ചെയർസും റൗണ്ട് ടേബിൾസും വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ ഒരു കോംപ്ലിമെൻ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒരു ഹെലിപാഡിൻ്റെ കാര്യം. ശരിക്കും കയറി വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 ഹെലിപാഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ലൈക്ക് അവിടെ ഒരു ഔട്ട്ഡോർ വെന്യൂ അവർ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നൈറ്റിലായാലും ഇവിടെ ലൈറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് റിസപ്ഷൻസിനൊക്കെ ആയാലും ലൈറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതേപോലെ എടുത്തു പറയേണ്ടതാണ് ഇവരുടെ പാർക്കിംഗ്. ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും ഒരു ഹ്യൂജ് പാർക്കിംഗ് ആണുള്ളത്. അത്യാവശ്യം ഒരേ സമയത്ത് തന്നെ ഒരു 10,000-2,000 പേര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള ഒരു മാക്സിമം സ്ഥലം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കല്യാണം നടത്താൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെന്യൂ ആണ് ഇത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലൊക്കെയുള്ള വെന്യൂസിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റക്കി വിസിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതുപോലൊക്കെയുള്ള നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. ആർക്കെങ്കിലും ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഓഡിറ്റോറിയത്തിൻ്റെ ഡീറ്റെയിൽസോ മെഷർമെൻറ്റ്സോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ബൈ.